ഹലോ ഗായ്സ്, പ്രോട്ടോണിക്സ് ഗെയിമിംഗ് പുതിയ ഒരു സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിയാതെ ഞാൻ കുറെ സംഭവങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതെന്തൊക്കെയാണെന്ന് കാണണ്ടേ? ഉൾഭാഗം കണ്ടാ നിങ്ങള്? ഞാൻ ഈ ബോള് മാറ്റി, പിന്നെ ഇത് ഇവിടെ കുറച്ച് വെച്ച്, പിന്നെ ഇതിന്റെ ഈ ഒരു കളർ ചേഞ്ച് ചെയ്തു. ഞാൻ ഇവിടെ ക്യാമറ വെക്കാം. സൈസ് ഒന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഇത്ര ഇരുന്നോട്ടെ. നമ്മുടെ ഇപ്പൊ 1201 രൂപയുണ്ട്. ഓക്കെ, ഞാൻ എന്റെ PC എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കുറെ സാധനങ്ങൾ അൺലോക്ക് ചെയ്തു. ഇത് കണ്ട ഫ്രിഡ്ജിൽ വെക്കുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പക്ഷെ ഞാൻ ഫ്രിഡ്ജ് വാങ്ങിയിട്ടില്ല, അത് വാങ്ങണം. അത് വേറെ കാര്യം. പൈസ ഉണ്ട്, അതുകൊണ്ട് എത്ര വേണേലും എത്ര വാങ്ങിയാൽ മതി. ഓക്കെ, നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതിനി വരണം. പിന്നെ നമ്മൾ ഇവിടെ കാഷ്യറിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ 150 രൂപ എങ്ങാണ്ട് കൊടുത്താൽ ഇവിടെ ഒരു കാഷ്യർ വന്നിക്കും. പുള്ളിക്കാരനെ വെച്ചാൽ മതി. പിന്നെ നമുക്കൊരു പണിയും ചെയ്യണ്ട, ഇത് വാങ്ങുക, ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, പിന്നെ ബാക്കി കട ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതി. ഇവൻ ബാക്കി എല്ലാ പണിയും ചെയ്യും. ഓക്കെ, അത് ഭയങ്കര ഈസിയാണ്. ഓക്കെ, നമുക്ക് ഇച്ചിരി സ്പീഡപ്പ് ഒക്കെ ചെയ്യാൻ പറ്റാതെ സാരില്ല. ആൻഡ് നമുക്ക് ഗെയിം ചെറുതായിട്ടൊന്ന് ഗ്ലിച്ച് ആയി പോയി. അതായത് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, ഗെയിം മൊത്തം അടിച്ചു പോവാ മൈൻക്രാഫ്റ്റ് പോലെ. ഇല്ല, ഞാൻ നേരത്തെ അവിടെയായിരുന്നു. അവിടെ എന്നിട്ട് ഗ്ലിച്ച് അടിച്ചിരിക്കുവായിരുന്നു. നമ്മുടെ സാധനങ്ങൾ സൈഡിൽ വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. എടാ, നമ്മുടെ സ്പീഡപ്പ് ചെയ്യാൻ അതില്ലല്ലോ, ലെവലില്ല. അതെന്തേലാട്ടെ. അതിന്റെ നമുക്ക് സാധനങ്ങളെല്ലാം ഇത് പുതിയ സാധനമാണ്. മാർക്കറ്റ് പ്രൈസ് 7.8 അപ്പൊ നമുക്കൊരു 7 കൊടുക്കാം. ഇനി എടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് കുറച്ച് അൺലോക്ക് ചെയ്തതാണ് സംഭവങ്ങള്. ഓക്കെ, നമ്മൾ നേരെ പോകുന്നു, അടയ്ക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, വെക്കുന്നു. അങ്ങനെ ഞാൻ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളെ കാണിക്കില്ല, നിങ്ങൾക്ക് ഒരു ബോറടി. അപ്പം ഓക്കെ ഗൈസ്, അങ്ങനെ സംഭവങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു $800 കൊടുത്തിട്ട് ഒരു ഫ്രിഡ്ജും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കട നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവന്റെ കൗണ്ട് ഇങ്ങനെ കുറഞ്ഞിരിക്കും. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൂടാതെ ഒരാൾ വന്നു. ഇതിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫ്ലവർ ഫെറൈൻ, കോഫി മീഡിയം നറോള, പീനട്ട് ബട്ടർ PBs. ഇതിന് കൊടുക്കണോ നമ്മള്? എനിക്കൊന്നും വേണോടാ. പൈസ തരുമോ തിരിച്ച്? $115. അങ്ങോട്ട് ആ പൈസക്ക് സാധനം വാങ്ങിട്ട് തിരിച്ചു കിട്ടും. എന്ത് ലാഭം? പൈസ കൂട്ടി തരുമോ? ഇപ്പൊ അത് വാങ്ങാനുള്ള പൈസ എന്റെ ശാന്തമാക്കൂ. ഇത് എന്റെ കൗണ്ട് 93 അക്കൗണ്ട് ഇപ്പൊ അവന്റെ. അത് പെട്ടെന്ന് ആ ചേച്ചി കുറെ കാര്യങ്ങൾ വന്നിട്ടോ. നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 റുപ്പീസ് ഇതിൽ കളക്ട് ചെയ്യുക. അതുകൂടാതെ ഇതിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുക, അൺലോക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ സീരീസ് എൻഡ് ആവും. ഓക്കെ, അത്രേ ഉള്ളൂ. ഗാർബേജ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ മേലെ ക്ലീൻ കാണുന്നുണ്ടാവും, പക്ഷെ അത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ നല്ല വൃത്തിയിലാണ് കിടക്കുന്നത്. നമ്മൾ എന്തേലും വൃത്തി ഇല്ലാതെ ഇവിടെ ഇടുകയാണെങ്കിൽ അപ്പം അങ്ങനെ ആവുന്നതായിരിക്കും. അതായത് ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മുടെ കടയിൽ ആകെ കുറച്ച് ഷെൽഫും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൂടി നമുക്ക് നോക്കണം.
ഓക്കെ കൊറേ നേരം ഞാൻ കിടന്ന് അതും ഇതും ചെയ്തു. PC എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ഒരു ഫ്രീസർ വാങ്ങി. പിന്നെ ഈ കാണുന്ന സാധനം വാങ്ങി. നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള സാധനമാണ്. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ഇത് ഇവിടെ എവിടെയും വെക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ പുറത്ത് വെക്കുന്ന സാധനമാണോ? പ്ലേസ് എടാ എന്റെ 400 രൂപയൊക്കെ വലിയ മണ്ടത്തരായിട്ട്. ഞാൻ ഫ്രീസറിൽ വെക്കുന്നൊന്നും ഇപ്പൊ വാങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഷെൽഫിൽ വെക്കുന്ന സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. മറ്റേത് ഇവിടെ വെക്കാനുള്ളതാണ്. ഇവിടെ ത്രോ ചെയ്യാൻ പറ്റുക എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഇതെടുക്കുന്നു. ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ വെക്കുന്ന സാധനം നമുക്ക് അടുത്ത എപ്പിസോഡിൽ എല്ലാവരും വാങ്ങാം. നോക്കിയിട്ട് വാങ്ങി വെക്കാം നമുക്ക്. ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ വെക്കുന്ന സാധനം ഓക്കെ പ്ലേസ് ചെയ്യുക. ഗൈസ്, ടുഡേയ്സ് റിപ്പബ്ലിക് ഡേ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. അതെ അതെ, പഠിക്കാൻ പറഞ്ഞു പഠിച്ചിട്ട് ഞാൻ പിന്നെ വരാം. ത്രോയാ അങ്ങനെ ത്രോ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതിനെപ്പോഴാ അറിയുന്നേ? ഓക്കെ, ഒരു മിനിറ്റ്. ഗസ്റ്റ് വന്നു. ഗസ്റ്റ് ഓക്കെ ത്രോ ചെയ്യാം. നമുക്കിനി ഇത് മൊത്തം ഫില്ല് ചെയ്തെടുക്കണം. അതായത് ഇതൊക്കെ വെച്ചിട്ട് ഫുൾ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇത് ഭയങ്കര ശല്യമാണ്. ഇങ്ങനെ ഒന്ന് നിന്നിട്ട് ത്രോ ചെയ്യണം. ഞാൻ പിന്നെ പുതിയ എന്തോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായി. എന്തോ പുതിയൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഓർമ്മയില്ല ഏതാണ്. നമുക്കിത് ഫുള്ള് വെക്കാം. ഓക്കെ, നിങ്ങൾ പിന്നെ പറഞ്ഞ മ്യൂസിക് ഒക്കെ കേട്ടി അങ്ങനത്തെ എഡിറ്റിങ് ചെയ്യണമെങ്കിൽ അറിയാനില്ല. ഞാൻ പിന്നെ മടിച്ചിട്ടാണ്. അങ്ങനെ കൊറേ നേരം എടുക്കും, കൊറേ പണി ചെയ്ത് അത് ഇത് എന്നിട്ട് അവസാനം കൊറേ നേരം എടുക്കും അതായി വരണം. ഓക്കെ, അതുകൊണ്ടാണ്. എത്ര നേരം ഉണ്ടാ? 9 സെക്കൻഡ്. നമ്മൾ ലെവൽ 11. ലെവൽ 11. ഓ മൈ ഗോഡ്, ഡേ 6. ഓക്കെ, പാക്കേജ് ഡെലിവേർഡ്. അത് എടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ വെക്കുന്നു. എടാ ഇതില് ഡിസ്പ്ലേ നമുക്ക് ഫുൾ ആവൂടാ. ഈ സാധനം ചില സാധനങ്ങൾക്ക് നമ്മുടെ ഡിസ്പ്ലേ ഒരെണ്ണം ഫുള്ളായിട്ട് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ചിലത് നമുക്ക് കുറച്ചായിട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊന്നും ഞാൻ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. കുറച്ച് റിയലിസ്റ്റിക് ഒക്കെ വേണ്ടേ? വണ്ടിയൊക്കെ ഓടുന്നു, പിന്നെ ആൾക്കാരൊക്കെ നടക്കുന്നു. ഇതൊരുമാതിരി ഞാൻ മാത്രം സെറ്റ് ചെയ്തു. ഒരു ബോറാണ് ഇങ്ങനെ. ഈ മച്ചാനുണ്ട് കൈ കാണിച്ചോണ്ടിരിക്കാൻ. നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെടുക്കുക, ഓപ്പൺ ചെയ്യുക, വെക്കുക. അങ്ങനെ ഓക്കെ, ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് വെച്ച് സെറ്റ് ആക്കിയിട്ട് കാണിക്കാം നിങ്ങളെ. ഒരു കാപ്പി കുടിച്ചിട്ട് കാപ്പിയിലൊക്കെ. ചേട്ടാ 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 മോനെ, ഞാൻ അൺലോക്ക് ആയെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ സാധനം വന്നിട്ടുണ്ടാവും.
ഓ ലാസ്റ്റത്തെ സാധനം അല്ലേ ഈ ക്യാമറ. ഓക്കെ ലാസ്റ്റത്തെ ഞാൻ സോഡ ഓർഡർ ചെയ്തായിരുന്നു. കുഞ്ഞിതാ 0 items. അത് ഭയങ്കര കുറച്ച് കിട്ടുന്നുള്ളൂ അല്ലേ? നല്ല വില എങ്ങാണ്ട് ഉണ്ടായി സോഡയ്ക്ക്. സെറ്റ് പ്രൈസ് $5.35. $6 എടുക്കട്ടെ. ഇത് ഇനി വിറ്റിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ചെറിയ സബ്ജക്ട് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മറക്കാതെ അടിച്ചോടിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ പറഞ്ഞുകൊണ്ട് ബ്രോഡോൺസ് ഗെയിമിംഗ് സോണി സൈനിങ് ടാറ്റ ബൈ ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.